ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. അതിൽ ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ മാത്രം കോടിക്കണക്കിന് വരും. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ മറ്റൊരു നാഗരികതയെപ്പോലും കാണാത്തത്? എന്തുകൊണ്ടാണ് ഈ ആകാശം ഇത്ര നിശബ്ദമായിരിക്കുന്നത്? എന്നാൽ ഇതിനുള്ള ഏറ്റവും ഭീകരമായ ഉത്തരം ഒരുപക്ഷെ നമ്മളെ കാത്തിരിക്കുന്ന മഹാകേണിയായിരിക്കാം. അതാണ് ദ ഗ്രേറ്റ് ഫിൽട്ടർ. ഗ്രേറ്റ് ഫിൽട്ടർ ഒരു തിയറിയാണ്. ഏതൊരു ഗ്രഹത്തിലും ജീവൻ ഉത്ഭവിച്ച് അത് പുരോഗമിച്ച് പ്രപഞ്ചം കീഴടക്കാൻ പോകുന്നതിന് മുൻപ് നേരിടേണ്ടി വരുന്ന ഒരു കടമ്പ. ഒരരിപ്പ പോലെ അത് എല്ലാ നാഗരികതകളെയും അരിച്ചു മാറ്റുന്നു. ഒന്നുകിൽ അവ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ വളർച്ച നിലയ്ക്കുന്നു. മഹാമാരികൾ, ആണവയുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിൽ ഏത് വേണമെങ്കിലും ആ ഫിൽട്ടർ ആകാം. ആ ഫിൽട്ടർ കടക്കാൻ ഒരു നാഗരികതയ്ക്കും കഴിയില്ലെന്ന് ഈ തിയറി പറയുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം ഇത്ര നിശബ്ദമായിരിക്കുന്നത്. അവിടെയൊക്കെ ജീവൻ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ഫിൽട്ടറിന് ഇരയായി കഴിഞ്ഞു. ഇവിടെയാണ് മനുഷ്യരാശിയെ ഭയപ്പെടുത്തുന്ന ആ ചോദ്യം ഉയരുന്നത്. നമ്മൾ ഈ ഫിൽട്ടറിന് മുൻപിലാണോ അതോ പിന്നിലാണോ? നമ്മൾ ഫിൽട്ടർ കടന്നവരാണെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ്. നാം പ്രപഞ്ചത്തിലെ ആദ്യത്തെ അതിജീവിച്ചവരാകാം. എന്നാൽ നമ്മൾ ഇനിയും ആ ഫിൽട്ടർ നേരിട്ടിട്ടില്ലെങ്കിലോ? അതിനർത്ഥം മനുഷ്യരാശിയുടെ അന്ത്യം വളരെ അടുത്താണ്. നമ്മൾ എത്ര വളർന്നാലും സാങ്കേതിക വിദ്യ വികസിപ്പിച്ചാലും ഒരു നിശ്ചിത പോയിന്റിൽ നമ്മൾ തകർക്കപ്പെടും. ആകാശത്ത് നമ്മൾ കാണുന്ന നിശബ്ദത സത്യത്തിൽ നശിച്ചു പോയ ആയിരക്കണക്കിന് നാഗരികതകളുടെ ശ്മശാനമാണെങ്കിലോ? ചൊവ്വയിലോ മറ്റ് ഗ്രഹങ്ങളിലോ എന്നെങ്കിലും നമ്മൾ പുരാതന ജീവന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ആഘോഷിക്കാനുള്ള വാർത്തയല്ല, മറിച്ച് നമ്മുടെ അന്ത്യം കുറിക്കുന്ന മുന്നറിയിപ്പാണ്. കാരണം അവിടെയും ജീവൻ ഉണ്ടായിരുന്നു എന്നും അത് നശിപ്പിക്കപ്പെട്ടു എന്നും നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം അടുത്ത ഊഴം നമ്മുടേതാണെന്ന് ഉറപ്പിക്കാം. പ്രപഞ്ചം നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഉത്തരം ലളിതമാണ്. സംസാരിക്കാൻ ആരും ബാക്കിയില്ല, നിങ്ങളും ഞാനും ഉൾപ്പെടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട്